കുറച്ച് ദിവസമായിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ കാണാനിടയായി. അതായത് അഖിൽ NRD എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യൂട്യൂബർ ആയിട്ടുള്ള വ്യക്തിയുടെ വൈഫ് മറ്റൊരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടിപ്പോയി. അതിനെ സംബന്ധിച്ചുള്ള ട്രോൾസ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള റെസ്പോൺസ്, അതിന് ആ വിഷയത്തെ റെസ്പോൺസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ്, റിയാക്ഷൻ വീഡിയോസ് ഒക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി ഒളിച്ചോടിപ്പോയ ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇട്ടിരിക്കുന്ന ഒരു നൈറ്റിയാണ്. ആ കുട്ടിയുടെ കാലിലൊരു ചെരുപ്പ് പോലും ഇടാതെയാണ് ആ കുട്ടി ഓടുന്നത്. ആ കുട്ടിയുടെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് ഒരു 3 ബാഗാണ്. ആ കുട്ടിയുടെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. ആ കുട്ടി വളരെ അത്യാവശ്യമുള്ള 2-3 സാധനങ്ങൾ എടുത്തുകൊണ്ട് ഈ അർദ്ധരാത്രി വേറൊരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടുന്നു. മറ്റൊരു വ്യക്തി ഒരു ഇന്നോവ കാറുമായിട്ട് വരുന്നു. അപ്പോൾ ഈ ബസ് ഡ്രൈവർ എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കുട്ടി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പിറ്റേ ദിവസം ഈ പോലീസുകാർ വന്ന് അന്വേഷിക്കുകയും ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുന്നു. ആ കുട്ടിയുടെ പേരൻസിനെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ആ കുട്ടി ആ വ്യക്തിയുടെ കൂടെ തന്നെ പോകണം, ഈ അഖിൽ NRDയുടെ കൂടെ പോകണ്ട എന്നാണ് പറയുന്നത്. ഈ ബസ് കണ്ടക്ടർ ഈ കുട്ടിക്ക് വെറും 3 മാസം മാത്രമാണ് പരിചയമുള്ളത്. അപ്പോൾ ഇതിന് വളരെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കുട്ടി ആ വീട്ടിൽ എന്താണ് ഫേസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 മാസം മാത്രം പരിചയമുള്ള ഒരു ആളുടെ കൂടെ ഇങ്ങനെ ഓടിപ്പോയത് എന്നത് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് ഈ കുട്ടി എന്തോ പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ പഠിക്കാൻ വേണ്ടി പോകുന്നു ഒരു ആളായിരുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് ഈ വ്യക്തിയെ ചതിക്കാനായിരുന്നു, അതായത് അഖിൽ NRDയെ ചതിക്കാനായിരുന്നു ഭാവമെങ്കിൽ ആ കുട്ടിക്ക് ഈ വീട്ടിന് വെളിയിറങ്ങുന്ന സമയത്ത് തന്നെ മറ്റേ ആളുടെ കൂടെ പോകാമായിരുന്നു. ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ അർദ്ധരാത്രി പോയത് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ ഈ കുട്ടി ഈ വീട്ടിൽ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവരുടെ കുറേ വീഡിയോസ് കാണാനിടയായി. അപ്പോൾ ഈ കുട്ടി ഈ വീഡിയോസിലെല്ലാം റെഗുലറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ കാണുന്നു, അതായത് ഇവർ ഒരു ഫോർച്യൂണർ വണ്ടി എടുക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ നിർബന്ധത്തിനാണ് ഈ ഫോർച്യൂണർ, അതായത് 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞ ഭർത്താവിനെ ഈ കുട്ടി ടോർച്ചർ ചെയ്യുന്നു. ടോർച്ചർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭർത്താവ് പേടിച്ച് ഈ കുട്ടിക്ക് ഫോർച്യൂണർ കാറ് മേടിച്ചു കൊടുക്കുന്നു എന്നാണ് അത് കാണാനിടയായത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി പഠിക്കാൻ പോയപ്പോൾ എന്തിനാണ് ഈ ബസ്സിൽ പോയത് എന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ ഈ ഭർത്താവ് വളരെ റിച്ചായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത്. എല്ലാവരും പറയുന്നത് വളരെ റിച്ചാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. എന്തിനാണ് ഇത്ര ഒരു മണ്ടത്തരം ഈ കുട്ടി കാണിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി കാണിച്ചത് മണ്ടത്തരം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇപ്പോൾ സ്വന്തം വീട്ടുകാർ, ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ കാണും. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ട് കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം സ്ത്രീകൾ പിന്നെയും പിടിച്ചു നിൽക്കും. ഈ ഹസ്ബൻഡിൻ്റെയും കൂടെ സപ്പോർട്ട് ഇല്ലാതാകുന്ന സമയത്താണ് ഈ സ്ത്രീകൾ എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിക്കുന്നത്. ഈ സ്വന്തം വീട്ടിൽ നിന്നും സപ്പോർട്ടില്ല. ആ കുട്ടി സ്വന്തം വീട്ടുകാർക്ക് ഈ കുട്ടിയും ഇത്തരത്തിൽ മറ്റൊരു അഫെയർ ഉള്ള കാര്യം സ്വന്തം വീട്ടുകാർക്ക് അറിയത്തില്ല. അതുപോലെ സ്വന്തം വീട്ടിലോട്ട് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അതായത് സ്റ്റെപ്പ് ഫാദർ ഒരു വക്കീലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഉടൻ ചെന്ന് ഈ സ്റ്റെപ്പ് ഫാദറിനോട് പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങിക്കാനല്ലേ ആദ്യം നോക്കേണ്ടത്. ഈ കുട്ടി ഈ ഡിവോഴ്സ് വാങ്ങിക്കാതെ അർദ്ധരാത്രിയിൽ ഒരു 3 മാസം മാത്രം പരിചയമുള്ള ഒരാളുടെ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് വളരെ സ്ട്രെയിഞ്ചാണ്. ഇതിൽ ഈ സ്വന്തം വീട്ടുകാരായാലും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഈ കുട്ടി എന്തുകൊണ്ട് ഇത്തരത്തിൽ അവരുമായിട്ട് എന്ത് പ്രശ്നമാണ് എന്തോ ആ കുട്ടിക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ കുട്ടി ഇത്തരത്തിൽ പോയതെന്നുള്ളത്
വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറേ പേര് പറയുന്ന ആ കുട്ടിക്ക് മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അർദ്ധരാത്രി ഒളിച്ചോടി അത്യാവശ്യം സാധനങ്ങളെടുത്ത് ഒളിച്ചോടി പോകാൻ ധൈര്യമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റ് ഒരു കാര്യം, ഈ കുട്ടി ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഈ കുട്ടി അല്ല, ഇതുപോലെ ഒരുപാട് പേര് കാണുമായിരിക്കാം. അതായത് ഭർത്താവിൻ്റെ വീട്ടിലും പ്രശ്നം, വീട്ടുകാരുടെ സപ്പോർട്ടുമില്ല, അങ്ങനെയുള്ളവർ ഈ ഒളിച്ചോടി കഴിഞ്ഞാൽ നിങ്ങൾ ലീഗലി മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടോ, ആ കുട്ടിക്ക് അർദ്ധരാത്രിയിൽ എന്തോ ഒരു വൃത്തികെട്ട ലാംഗ്വേജാണ് ആ മനുഷ്യൻ യൂസ് ചെയ്ത്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സുഖക്കേടുണ്ട്, അതുകൊണ്ടാണ് കണ്ടവൻ്റെ കൂടെ ഇങ്ങനെ പോയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ചെരുപ്പ് പോലും എടുക്കാതെ ഈ കുട്ടി ഇങ്ങനെ ഓടണമെങ്കിൽ അതിന് എന്ത് തരത്തിലുള്ള ട്രോമയാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായത് എന്നുള്ളത് അത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇപ്പോൾ തൽക്കാലം ആ കുട്ടിക്ക് പ്രശ്നമില്ല. ഇപ്പം ലീഗലി മാരി ചെയ്യുന്നതിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ലീഗലി ഡിവോഴ്സ് ചെയ്യുന്നതിനും ലീഗലി മാരേജ് ചെയ്യുന്നതിനും ഒരു ഇത്തരത്തിൽ പ്രശ്നമുള്ള സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ആണുങ്ങളുടെ കൂടെ പോകരുത്. നിങ്ങൾ ഒന്നുകിൽ ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു നിങ്ങൾക്ക് ഒരുപാട് പെൺകുട്ടികൾ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. നിങ്ങൾക്ക് അവരോട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, നിങ്ങൾ ചിലപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായിരിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡിയുടെ അടുത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ പോയി പറഞ്ഞ് അങ്ങനെ താൽക്കാലികമായിട്ട് അവിടെ നിൽക്കാം. നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഡിവോഴ്സിന് ട്രൈ ചെയ്യുകയും ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനെ ലീഗലി മാരി ചെയ്യുകയും ചെയ്യുക. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഇത്തരത്തിൽ ഈ രാത്രി ഈ കുട്ടി പോയതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്രയും ചീത്തപ്പേര് ഉണ്ടായത്. ഇപ്പോൾ എല്ലായിടത്തും ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ത്രൂ ഔട്ട്, കേരളത്തിലെന്നല്ല എല്ലായിടത്തും ലോകമെമ്പാടും ഈ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയാൽ തൊട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, എവിടെ പോകുന്നു, എവിടെ വരുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ക്ലിയറായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് എല്ലാ ക്യാമറസും. അപ്പോൾ നിങ്ങളെ വീട്ടുകാരായി ആട്ടെ, നിങ്ങളെപ്പറ്റി നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലയിൻറ്റ് കൊടുത്താൽ തന്നെ ഇമ്മീഡിയറ്റ്ലി പോലീസിന് ഈസിലി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. അതുപോലെ തന്നെ ഇപ്പം പോലീസ് ട്രാക്ക് ചെയ്യുന്ന ഇത്തരം വീഡിയോസ്, നിങ്ങളുടെ ഹസ്ബൻഡ് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഫേമസ്, ഈ കുട്ടി തന്നെ വളരെ ഒരുപാട് വീഡിയോസിൽ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ എത്രയും ഫേമസ് ആണോ അത്രയും നാണക്കേടും വരും. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇത്രയും നാണം കെട്ടു. അപ്പോൾ ഈ കുട്ടി ഒന്നും ആലോചിച്ച് കാണത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും മനപ്രയാസം വന്നപ്പോൾ എടുത്തു ചാടി എടുത്ത ഒരു തീരുമാനമായിട്ടാണ്, ഒരു മെൻ്റൽ ടോർച്ചർ എന്തെങ്കിലും അനുഭവിച്ച് കാണും. അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ചെയ്തതായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഏതായാലും ഈ കുട്ടി ഈ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ട് ഇനി ഇത്തരം പെൺകുട്ടികൾ, ഇത്തരം ട്രോമയിലൂടെ കടന്നു പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് ആകുക. അതിനുശേഷം മാത്രം നിങ്ങൾക്കിനി വേറൊരാളെ ഇഷ്ടമാണെങ്കിൽ പോലും ലീഗലി അയാളെ കല്യാണം കഴിക്കുക. നമ്മൾ അക്കരെ പച്ച എന്ന് പറയുന്നത് വേറെ ആരുടെയെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ ആ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ആ പയ്യനും ഒരു ഫാമിലിയുണ്ട്, അവരുടെ പേരൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല, അവരുടെ സിബ്ലിങ്സ്, ആ പയ്യൻ്റെ പുതുതായിട്ട് 3 മാസം മാത്രമുള്ള പരിചയമുള്ള ആ പയ്യൻ്റെ വീട്ടുകാരെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ പയ്യൻ്റെ തന്നെ സ്വഭാവം എന്താണെന്ന്, ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒളിച്ചോടുന്നത് വളരെ മണ്ടത്തരം ആയിട്ടുള്ള, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കുറച്ചുകൂടെ സേഫ് എന്നാണ് എനിക്ക്. ഇത്തരത്തിലുള്ള പലരും ഈ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പെട്ടെന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് ഇത്തരം ആണുങ്ങളിലൂടെ പോകും. അത് വളരെ മണ്ടത്തരമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടിയുടെ സ്വന്തം അമ്മ തന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് കൊണ്ടായിരിക്കാം ഈ കുട്ടിയെ അത്തരത്തിൽ ഇൻസ്പയർഡായി പോയതെന്ന് തോന്നുന്നു. ഏതായാലും ഇത് ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ ലീഗലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സ്ത്രീകൾക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് നേടിക്കൊണ്ട് ലീഗലായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക.
അതുപോലെ നമ്മൾ എന്തെങ്കിലും ഈ കുട്ടി തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതിന് ഭർത്താവിന് വേറൊരു ലേഡിയുമായിട്ട് അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു. ഏതായാലും അതറിയില്ല. അതങ്ങനാണെങ്കിൽ ആ കുട്ടിക്ക് അപ്പോൾ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാമായിരുന്നു ഈ വിഷയം പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ കുട്ടി അങ്ങനെ ഒരു ഓപ്ഷൻ എന്താണ് തിരഞ്ഞെടുക്കാഞ്ഞത് എന്നും മനസ്സിലാകുന്നില്ല. അതും ആ കുട്ടി ഒരു ചെരുപ്പ് പോലും ഇടാതെ ഇങ്ങനെ ഓടിയത് എന്തിനാണെന്നും ഇപ്പോഴും എനിക്കത് ആ കുട്ടി കടന്നു പോയ അവസ്ഥ എന്താണെന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ പറഞ്ഞ യൂട്യൂബറായ അഖിലൻ ആറടിയുടെ സ്വഭാവം എനിക്കറിയില്ല, ഈ കുട്ടിയുടെ സ്വഭാവവും എനിക്കറിയില്ല, അവർ അനുഭവിച്ചത് എന്താണെന്നും അറിയില്ല. ഇത് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു പോയെന്ന സ്ത്രീകൾ എത്തരത്തിൽ മുൻപോട്ട് പോകണം എന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്.